ഹായ് ഹലോ. ഐവിൻകുട്ടൻ രാവിലെ തന്നെ ഭയങ്കര ബിസിയാണേ. അവൻ്റെ ടോയ്സൊക്കെ ഇട്ടിരുന്ന് ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാനൂട്ടി സ്കൂളിൽ പോയി, അവൾക്ക് എക്സാം നടക്കുവാണേ. ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ബാനൂട്ടി ഫ്രീ ആവും. അതിനിടയ്ക്ക് രാവിലെ ഒരു മുട്ടൻ പണി കിട്ടി. വെള്ളമില്ലായിരുന്നേ, അതറിഞ്ഞില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് കേട്ടോ മെസ്സേജ് കണ്ടത്. വെള്ളം ഉണ്ടാവില്ല, 2 ദിവസത്തേക്കേ ഉള്ളൂ. എന്നാലും എടുത്തു വെച്ചില്ലെങ്കിലേ വെള്ളമില്ല. ഇവിടങ്ങളിൽ ജപ്പാൻ കുടിവെള്ളമാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുന്നത്. നമുക്ക് ബോർവെല്ലിൽ വെള്ളമുണ്ട്, പക്ഷേ അതത്ര നല്ല വെള്ളമൊന്നുമില്ല. കുളിക്കാനും കുടിക്കാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ജപ്പാൻ വെള്ളം പാത്രങ്ങളിലൊക്കെ നിറച്ച് വെച്ചേക്കുവേ. ഇതുപോലെ പെട്ടെന്നൊക്കെ വെള്ളം ഇല്ലാണ്ട് വന്നാലേ ഉപയോഗിക്കണ്ടേ. ഇതിപ്പോൾ 2 ദിവസമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെയാണ് പാട്. 2 ആഴ്ച വരെയും വെള്ളമില്ലാണ്ട് വന്നിട്ടുണ്ട്. അന്നാരമൊക്കെ പെടുന്ന പാടേ. വെള്ളമില്ലാത്തപ്പോൾ ഐവിൻകുട്ടൻ പുറത്തു നിന്നാണ് കേട്ടോ കുളിക്കുന്നത്. പുള്ളിക്ക് പുറത്തു നിന്ന് കുളിക്കുന്നതാണ് ഇഷ്ടം. ബാത്റൂമിനേക്കാളും പുറത്തു നിന്ന് കുളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെന്ന് പറയും. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വട്ടം പിടിച്ചുകൊണ്ട് വരുവാണേ. ഭയങ്കര പുന്നാരായിരുന്നു കേട്ടോ വന്നപ്പോൾ. കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പ് മാറി ആൾ നേരെ ടിവിയുടെ മുമ്പിൽ വന്നിട്ടോ. അവൻ്റെ കുറേ കാർട്ടൂൺസൊക്കെ ഉണ്ട് കേട്ടോ, മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഇതാണ് പരിപാടി. അതിനിടക്കാണെങ്കിലോ ഇടക്കിടക്ക് കുറിക്കാനും വേണം കേട്ടോ. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ഇടക്ക് പോക്കോം വാങ്ങി കഴിക്കില്ലേ, അതുപോലെ തന്നെ. കുഞ്ഞും രാവിലെ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്നേ. അയിലയാണ് കേട്ടോ മേടിച്ചത്. അയില വെട്ടി കിട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മുറിച്ച് അത് കറിയാക്കാൻ പോവുകയാണേ. എളുപ്പപ്പണിയാണ് കേട്ടോ നോക്കിയത്. മുളക് അരച്ചിട്ട് ഈ അയിലക്കകത്തേക്ക് ഒഴിച്ച് നന്നായിട്ടങ്ങ് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടി ചേർത്ത്, പിന്നെ നമ്മുടെ പ്രധാനി പുളിയുണ്ടല്ലോ അതുകൂടി ചേർത്ത് അങ്ങ് അടുപ്പത്തേക്ക് വെക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ച് തിളച്ച് പറ്റി വരുമ്പോഴേക്കും ഒരു അരമുറി തേങ്ങയുടെ പാലും കൂടി അങ്ങ് ഒഴിക്കണേ. എന്നിട്ട് കുറച്ച് സമയം കൂടി തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ആ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം കൂടി അങ്ങ് അടച്ചു വെച്ചാൽ നമ്മുടെ കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയാവും. ഉച്ചയാകുമ്പോഴേക്കും എന്ത് ചൂടല്ലേ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് കിച്ചണിലും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ചൂട് കൊണ്ട് ഒട്ടും വയ്യ. കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴോ നാരങ്ങയില്ല, പകരം പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ പച്ചമാങ്ങ സർവത്തായാലോ. അതിനുവേണ്ടി 2 പച്ചമാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കുഞ്ഞ് കാന്താരി മുളകും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഐവിൻകുട്ടന് കൊടുത്തിട്ടോ. ആ കൊടുത്തപ്പോൾ ഇച്ചിരി മധുരം കുറവുണ്ടായിരുന്നേ. പുള്ളിക്ക് അതുകൊണ്ട് അത്ര പിടിച്ചില്ലേ. അന്നേരം ഞാൻ അവനോട് ചോദിക്കുന്നടാ, എടാ ഞാൻ എന്തുണ്ടാക്കി തന്നാലും എന്താടാ നിനക്ക് ഇഷ്ടപ്പെടാത്തേന്ന്. ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല കേട്ടോ, അതിന് മധുരം ഇല്ലായിരുന്നു. ഞാൻ അതിൽ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കഴിഞ്ഞപ്പോൾ പാത്രം വഴി ആൾ കുടിക്കുവാണേ. അടിപൊളിയാണെന്നും പറഞ്ഞ് ചെറിയൊരു എരിവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും പുള്ളിക്ക് കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് വലിച്ചു കുടിച്ചു. എന്നിട്ട് പറഞ്ഞിട്ടോ ഇഷ്ടപ്പെട്ടെന്ന്. സമയം പോണൊരു പോക്കേ. മണി 12ആയി. ബാനൂട്ടി വരാറായേ. അപ്പോൾ ബാനൂട്ടിനെ വിളിക്കാൻ പോയപ്പോൾ ഞാനും വന്നു എന്നും പറഞ്ഞ് കൂടെ പോണതാണേ. പോണ പോക്ക് നോക്കിക്കേ. ഇപ്പോൾ വെക്കേഷനായതിൻ്റെ എല്ലാ സന്തോഷവും ഐവിൻകുട്ടനുണ്ട് കേട്ടോ. അത്രക്ക് തുള്ളി 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 പോവുകയാണേ. പക്ഷെ പുറകിൽ നിന്ന് വീഡിയോ എടുക്കണമെന്നും പുള്ളി കാണുന്നുണ്ടായിരുന്നില്ല. ബാനൂട്ടി വന്നിട്ടോ ഫ്രണ്ട്സിന് ടാറ്റയൊക്കെ കൊടുത്ത് ആൾ ഓടി വരുന്നുണ്ടേ. എക്സാം എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിരുന്നു, പക്ഷെ 2 എണ്ണം എഴുതിയില്ലാന്ന്. അത് പിന്നെ അങ്ങനെ തന്നെയാണ്. എല്ലാ എക്സാമിനും 1-2 എണ്ണം എഴുതാതിരുന്നില്ലെങ്കിൽ പുള്ളിക്കൊരു സമാധാനം ഇല്ല. വന്നപ്പോൾ മിസ് ഒരു ചോക്ലേറ്റ് കൊടുത്തു എന്നും പറഞ്ഞാണേ വന്നത്. അത് പകുതി ഐവിൻകുട്ടന് കൊടുക്കാമെന്നും പറഞ്ഞ് കടിച്ചു മുറിക്കാൻ പോയപ്പോഴേക്കും ഐവിൻകുട്ടൻ അത് പറ്റിയില്ല. നിനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നല്ലേ, ഞാൻ സ്കൂളിൽ ഇരുന്ന് അപ്പം എനിക്ക് വേറെ മേടിച്ചെന്നാൽ മതി. എനിക്കല്ലെങ്കിൽ വേണ്ട, അപ്പം മേടിച്ചോ. ഇവൻ ഭയങ്കര കുശുമ്പനാണ് കേട്ടോ. എന്ത് കിട്ടിയാലും അവൾക്ക് കൊടുക്കില്ല. അതേസമയം ബാനൂട്ടി ഒരു പാവാണേ. എന്ത് ചോക്ലേറ്റ് കിട്ടിയാലും ഒരു കഷ്ണം ഐവിൻകുട്ടന് കൊടുക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരും. അതിനിടക്ക് മീൻ കൊണ്ടുവന്ന ചേട്ടൻ വന്നേ. കൂട്ടുമീൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് കുടുക്കയില്ലേ, ചെറിയ കുടുക്ക, അതായിരുന്നു കേട്ടോ. കുടുക്കയെന്ന് പറയുന്നത് നമ്മുടെ കേരമീനില്ലേ, അതിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റാണോന്ന് അറിയില്ല. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. കുടുക്കയെന്നാണ് കേട്ടോ അതിന് പറയുന്നത്. അതിന് വലിയ രുചി ഉണ്ടാവില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. കൂട്ടുമീനാണേ മേടിച്ചത്. എനിക്ക് കുറച്ച് പണിയാണ്, ഇരുന്ന് വെട്ടിയെടുക്കണമല്ലോ, അത് ഇച്ചിരി പാടാ. പിന്നെ എന്നാലും നല്ല രുചിയാണേ. കായലിലെ കൂട്ടുമീൻ അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് കൂട്ടുമീനാണ് മേടിച്ചത്. നാളത്തേക്ക് വേണ്ടിയാണ് ഇപ്പോൾ വാങ്ങി വെച്ച. രാവിലെ വെട്ടി കറിയാക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പിന്നെ കാണാം.